പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 23-ാമത്തെ വാക്യം, നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അനേകം ദൈവമക്കൾ ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാതെ, ആധ്യാത്മികമായി കഴുകനെപ്പോലെ ചിറകടിച്ച് ഉയരാൻ സാധിക്കാതെ വളരെ ആത്മീയമായ തകർച്ച നേരിടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കിടക്കുന്ന
പാപത്തിൻ്റെ അടിസ്ഥാന വിത്തുകളെക്കുറിച്ച്, തിരിച്ചറിവ് പ്രാപിക്കാത്ത മേഖലയെക്കുറിച്ച് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. ഈ നിമിഷങ്ങളിൽ അതിനെക്കുറിച്ചാണ് നാം ശ്രവിക്കാൻ പോകുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അത്ഭുതകരമായി വ്യാപരിക്കുവാൻ, ഈ വചനങ്ങൾ ഹൃദയങ്ങളിലേക്ക് വേരുപാകി 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കാൻ തക്കവിധം വലിയ ദൈവിക ഇടപെടലുണ്ടാകാൻ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദാസന്മാരെയും ദാസിമാരെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, ലോകത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവെ അവിടുന്ന് അത്ഭുതകരമായി അഭിഷേകം ചെയ്യണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരും അനുഗ്രഹം പ്രാപിക്കുവാൻ ഇപ്പോൾ ഉന്നതങ്ങളിൽ നിന്നും അവിടുന്ന് ശക്തിയോടെ ദൈവമക്കളുടെ മേൽ വന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ. എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. വചനം കേൾക്കാൻ തക്കവിധം ഓരോ കുടുംബങ്ങളെയും, ഓരോ ജീവിതങ്ങളെയും, ഓരോ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവെ അവിടുന്ന് തന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ഒരു പ്രവാചകൻ്റെ ജീവിതത്തെ നമുക്കായി ദൈവം നൽകുന്നുണ്ട്. ആ പ്രവാചകൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ വിഷയത്തെ നാം പഠിക്കാൻ പോകുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നാം കാണുന്നത് ബാലാം പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവത്തോട് അടുപ്പമുള്ള വ്യക്തിയായിരുന്നു, എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അങ്ങനെ സന്തോഷത്തോടെ ദൈവിക മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിസ്ഥാന പാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തകർച്ചയുടെ കാരണം അതുതന്നെയായിരുന്നു. പ്രവാചകൻ സന്തോഷത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി. അടുത്ത രാജ്യം മൊവാബ് രാജ്യം, ആ രാജ്യത്തെ രാജാവായ ബാലാക്ക് രാജാവ് അവിടുന്ന് പ്രമാണിമാരായ ഏതാനും പേരെ ബാലാം പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു. പ്രശ്നം ഇതാണ്, ബാലാക്ക് രാജാവിന് എതിരെ, മൊവാബ് രാജ്യത്തിനെതിരെ ഈജിപ്തിൽ നിന്ന് വെട്ടുകിളി പറ്റം പോലെ ഇസ്രായേൽ ജനം വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. ഈ ജനത്തെ തോൽപ്പിക്കാൻ രാജാവിന് ഒരു മാർഗവും കാണാനില്ല. അപ്പോൾ രാജാവ്, കുശാഗ്രബുദ്ധിയായ രാജാവ് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, പ്രവാചകനായ ബാലാം വന്ന് ശപിച്ചാൽ ഈ ജനത്തെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പ്രവാചകനെ വിളിക്കാൻ തൻ്റെ പ്രമാണിമാരെ പറഞ്ഞയച്ചു. പ്രമാണിമാർ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, രാജാവ് അങ്ങയെ വിളിച്ചുകൊണ്ട് വരാൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ്, അങ്ങ് മടി വിചാരിക്കരുത്, അങ്ങ് വരണം. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ. പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, നീ അവരുടെ കൂടെ പോകരുത്. പ്രവാചകൻ തിരിച്ചു വന്ന് പ്രമാണിമാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതിൽ നിന്ന് ദൈവം നിരോധിച്ചിരിക്കുന്നു. പ്രവാചകന് വ്യക്തമായി ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലായി. ഞാൻ മൊവാബ് രാജ്യത്തേക്ക് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവം എന്നെ നിരോധിച്ചിരിക്കുന്നു. വ്യക്തമായി മനസ്സിലായ കാര്യം പ്രവാചകൻ മൊവാബ് രാജ്യത്തെ പ്രമാണിമാരോട് പറഞ്ഞു. അങ്ങനെ പ്രമാണിമാർ തിരിച്ചുപോയി. പ്രമാണിമാർ രാജാവിനോട് വിവരം ധരിപ്പിച്ചു. രാജാവിന് ബാലാം പ്രവാചകൻ്റെ ഹൃദയത്തിൻ്റെ വീക്ക്നെസ് അറിയാമായിരുന്നു. ബാലാം പ്രവാചകൻ്റെ ഹൃദയത്തിൻ്റെ ബലഹീനത രാജാവിന് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സ്വർണവും കൂടുതൽ വെള്ളിയും കൂടുതൽ പാരിതോഷികങ്ങളും വാഗ്ദാനം ചെയ്ത് കൂടുതൽ പ്രഭുക്കന്മാരായ പ്രമാണിമാരെ വീണ്ടും ബാലാക്ക് രാജാവ് ബാലാം പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, നീ വരാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഇംഗിതം വളരെ വ്യക്തമായി പ്രവാചകൻ അറിയാവുന്നതാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് അവർ വന്നപ്പോൾ തന്നെ നോ, ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രാത്രി ഇവിടെ താമസിക്ക്, ഞാൻ കർത്താവിനോട് ചോദിക്കട്ടെ. കർത്താവിനോട് പ്രവാചകൻ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ വീട് നിറയെ സ്വർണവും വെള്ളിയും തന്നാലും ശരി, നീ ബാലാക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകരുത്. വീണ്ടും ദൈവത്തിൻ്റെ ഇംഗിതം വളരെ വ്യക്തമായി പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു. എങ്കിലും പ്രവാചകനായ ബാലാം ദൈവത്തിൻ്റെ ഇംഗിതം അനുസരിച്ച് നടക്കാൻ ഇപ്പോൾ സാധിക്കാത്തവനായി മാറി. കാരണം അവൻ്റെ ഹൃദയം മൊവാബ് രാജാവ് വാഗ്ദാനം ചെയ്ത സ്വർണത്തിലും വെള്ളിയിലും പാരിതോഷികങ്ങളിലും കുടുങ്ങിപ്പോയി.
അവൻ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു രാത്രി കൂടെ ഈ രാത്രി കൂടെ ഇവിടെ താമസിക്കുക, ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യട്ടെ. എന്തിനു വേണ്ടി ഇപ്പോൾ ട്രൈ ചെയ്യണത്? കാരണം ദൈവത്തിൻ്റെ ഇംഗിതം ദൈവം വ്യക്തമായി പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു. എങ്കിലും പ്രവാചകൻ പറയാൻ, ഒന്നും കൂടെ ഞാൻ പരിശ്രമിക്കട്ടെ, ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ, ദൈവം മറ്റെന്തെങ്കിലും പറയും, ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാത്രി കൂടെ ഇവിടെ താമസിക്കുക. അങ്ങനെ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ച് അങ്ങനെ പോകാനുള്ള പെർമിഷൻ കരസ്ഥമാക്കി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാത്രയാണെന്ന് അറിഞ്ഞിട്ടും പ്രവാചകൻ ചോദിച്ച് പെർമിഷൻ കരസ്ഥമാക്കുകയാണ്. ഏതായാലും സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ നാം കാണുന്നത്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടുകൂടെ മൊവാബ് ദേശത്തേക്ക് പോകുന്ന ബാലാം പ്രവാചകനെയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി പ്രവാചകൻ ഇതായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യാത്ര ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം പ്രവാചകനെതിരെ ജ്വലിച്ചു. ഊരിയ വാളും പിടിച്ച് ദൈവദൂതന്മാർ അയക്കപ്പെട്ടു. വാളൂരിയ ദൈവദൂതന്മാർ ഈ പ്രവാചകനെ യാത്ര തടയാൻ വേണ്ടി വഴിമധ്യേ കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ പ്രവാചകൻ അത് കാണാൻ കഴിവില്ലാതായി. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാത്തതും ഹൃദയം അന്ധമായി. കാരണം ദൈവത്തിൻ്റെ വഴിവിട്ട് അവൻ നടപ്പാരംഭിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ സ്നേഹം കുടികൊള്ളുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റാത്ത വിധം, ദൈവത്തിൻ്റെ കടന്നുവരവ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവൻ്റെ ഹൃദയം കഠിനമാകും. ഇതാ പ്രവാചകൻ്റെ ഹൃദയം കഠിനമായി. ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ കഴുതയ്ക്കത് കാണാൻ പറ്റി. കഴുത ഊരിയ വാളും പിടിച്ച് നിൽക്കുന്ന ദൂതനെ കണ്ടു. കഴുത വേഗം വയലിലേക്ക് എടുത്തു ചാടി. പ്രവാചകന് ദേഷ്യം വന്നു. അവൻ എഴുന്നേറ്റ് ആ കഴുതയെ പൊതിരെ തല്ലി. കഴുതയെ തല്ലുന്നത് കണ്ടപ്പോൾ ദൈവദൂതൻ അവരെ വിട്ട് ഇടതും വലതും ഇരുവശങ്ങളിലും അതിലുള്ള മുന്തിരിത്തോട്ടത്തിലെ വഴിയിലേക്ക് മാറി നിന്നു. വീണ്ടും കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് പ്രവാചകനും കൂട്ടാളികളും ഇതാ മുന്തിരിത്തോട്ടത്തിലെത്തി. ഇരുവശം മതിലുള്ള മുന്തിരിത്തോട്ടത്തിലെ റോഡിലൂടെ കഴുത പ്രവാചകനെ വഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ഇതാ ഊരിയ വാളും പിടിച്ച ദൂതൻ നിൽക്കുന്നത് വീണ്ടും കണ്ടു. കഴുത ഭയപ്പെട്ടു. കഴുത വേഗം പേടിച്ച് ഒരു മതിലിനോട് ചേർന്ന് ഞെരുങ്ങി പോകാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകൻ്റെ കാല് മതിലിൽ ഉരഞ്ഞ് പ്രവാചകന് വീണ്ടും കോപമുണ്ടായി. അവൻ ചാടി ഇറങ്ങി വീണ്ടും കഴുതയെ പൊതിരെ തല്ലി. കഴുതയെ തല്ലുന്നത് കണ്ടപ്പോൾ വീണ്ടും ദൂതൻ മുന്നോട്ട് പോയി ഇടം വലം നീങ്ങാൻ നിവൃത്തിയില്ലാത്ത ഇടുങ്ങിയ വഴിയിൽ പോയി നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനിപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കാതെയായി. പ്രവാചകനിപ്പോൾ ദൈവത്തെ കാണാൻ പറ്റാതെയായി. പ്രവാചകനിപ്പോൾ തൻ്റെ യാത്രയെ തടയുന്നത് തിരിച്ചറിയാൻ പറ്റാതെയായി. ഇതാ ഇരുവശം അതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിൽക്കുന്ന ദൂതൻ്റെ അടുത്ത് കഴുത എത്തിയപ്പോൾ കഴുതയ്ക്ക് മനസ്സിലായി, എൻ്റെ അന്ത്യം അടുത്തു. കഴുത പേടിച്ചു, ഭയപ്പെട്ടു. കഴുത അവിടെ ഒറ്റ വീഴ്ചയാണ്. പ്രവാചകൻ വീണ്ടും കോപാവിഷ്ടനായി. കോപത്തോടെ അവൻ എഴുന്നേറ്റു. അവൻ കഴുതയെ പൊതിരെ തല്ലി. ഇത്രയുമായപ്പോൾ കഴുതയ്ക്ക് ദൈവം ഒരു അത്ഭുത ശക്തി കൊടുത്തു. മനുഷ്യ സ്വരത്തിൽ സംസാരിക്കാനുള്ള കൃപ ദൈവം കഴുതയ്ക്ക് കൊടുത്തു. കഴുത മനുഷ്യ സ്വരത്തിൽ പ്രവാചകനോട് സംസാരിക്കാൻ തുടങ്ങി. പ്രവാചകനോട് കഴുത ചോദിച്ചു, നീ ഇത്രയും കാലം എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ട് എന്നെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ കഴുതയോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഇങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. എൻ്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിക്കൊല്ലുമായിരുന്നു. ഇത്രയും ദൈവം അത്ഭുതകരമായി ഇടപെട്ടിട്ടും പ്രവാചകന് ഒരു തിരിച്ചറിവ് കിട്ടുന്നില്ല. ഒരു മൃഗം മനുഷ്യ സ്വരത്തിൽ സംസാരിച്ചിട്ടും പ്രവാചകനൊരു അത്ഭുതം തോന്നുന്നില്ല. ഹൃദയം കഠിനമായാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിലൊരു വലിയ തകർച്ച സംഭവിക്കും. ദൈവം, ജീവിക്കുന്ന ദൈവം, സാക്ഷാൽ ദൈവം കൺമുമ്പിൽ വന്നൊന്ന് പ്രവർത്തിച്ചാലും അത് തിരിച്ചറിയാനോ അതിനെക്കുറിച്ച് അത്ഭുതപ്പെടാനോ അതിനെക്കുറിച്ചൊരു ആവേശം തോന്നാനോ പറ്റാത്ത വിധം ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകും. ഹൃദയം മന്ദീഭവിച്ചു പോകും. പ്രാർത്ഥനയുടെ ശക്തി കെട്ടുപോകും. ഒരു ജഡത്തിൻ്റെ മനുഷ്യനായി ഞാനും നിങ്ങൾ മാറും. ജഡത്തിൻ്റെ സന്തോഷമല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ജീവിതമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം അധപ്പതിക്കും. ഇന്ന് പ്രവാചകൻ്റെ സ്ഥിതി അതാണ്. പ്രവാചകനൊന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവം തടസ്സപ്പെടുത്തുന്നത്, ദൈവം വഴിതിരിച്ചു വിടുന്നത് ഒന്നും പ്രവാചകന് മനസ്സിലാകുന്നില്ല. അവസാനം കരുണ തോന്നി ദൈവം പ്രവാചകൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു. അപ്പോൾ ഊരിയ വാളും പിടിച്ചു നിൽക്കുന്ന ദൈവദൂതനെ പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ദൈവദൂതൻ്റെ കാൽക്കലേക്ക് ഭയത്തോടെ കമിഴ്ന്ന് വീണു. ദൈവദൂതൻ പറഞ്ഞു,
3 തവണ കഴുത വഴിമാറിപ്പോയത് എന്നെ കണ്ടതുകൊണ്ടാണ്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പക്കൽ നിന്നും ഈ പ്രവാചകനെ വധിക്കാനുള്ള ഓർഡറുമായിട്ടാണ് ദൈവദൂതൻ ഊരിയ വാളും പിടിച്ച് വഴിയിലേക്ക് വന്നത്. അത്രയ്ക്കും ഈ യാത്ര ദൈവത്തിന് അനിഷ്ടകരമായ യാത്രയായിരുന്നു. ദൈവത്തിന് പ്രീതികരമായ യാത്രയായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കാൻ തക്കവിധം ഓർഡറുമായി ദൈവത്തിൻ്റെ ദൂതൻ വഴിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ യാത്ര ദൈവത്തിന് ഇഷ്ടമല്ലാത്ത യാത്രയാണ്. ഇത് വിപരീത നടപ്പാണ്. ഇത് ദൈവത്തിന് എതിരായുള്ള നടപ്പാണ്. ദൈവത്തിൻ്റെ വഴി വിട്ടുള്ള യാത്രയാണിത്. എന്ന പ്രവാചകൻ ഇപ്പോൾ അതറിയുന്നില്ല. അവൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജീവിതത്തിലുണ്ടാവും, ഇങ്ങനത്തെ തടസ്സങ്ങൾ വരും, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം, ഇത് അവനും അവൾ നിമിത്തം വന്നതായിരിക്കാം, ഇത് ഈ കഴുതയുടെ പ്രശ്നം നിമിത്തം വന്നതായിരിക്കാം. ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തി ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളെ അറിയാതെ പോകുന്ന പ്രവാചകനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ ദൂതൻ്റെ കാൽക്കൽ വീണ് കിടന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ യാത്ര അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. എങ്കിലും അവൻ്റെ ഹൃദയം മോവാബ് രാജ്യത്തെ രാജാവ് വാഗ്ദാനം ചെയ്ത സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും പിന്തിരിഞ്ഞിട്ടില്ല. ഇവൻ പെട്ടെന്നൊരു ഷോക്കിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവൻ്റെ ഹൃദയം മോവാബ് രാജ്യത്തെ സ്വർണത്തിലും വെള്ളിയിലും പൂണ്ട് കിടക്കുകയാണ്. അവൻ പറയുകയാണ്, ഈ യാത്ര അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. തിന്മയാണെന്ന് അവൻ ഉറപ്പൊന്നുമില്ല. ഈ യാത്ര അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് മനുഷ്യൻ്റെ ദുരവസ്ഥ. മനസ്സുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അറിയാം ദൈവത്തിൻ്റെ ഇംഗിതം എന്താണെന്ന്. ദൈവം നേരിട്ട് സംസാരിച്ചതാണ്, ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയതാണ്, ഊരിയ വാളയച്ച് ദൂതനെ അയച്ച് തടഞ്ഞതാണ്. എന്നിട്ട് മനസ്സുകൊണ്ട് അവന് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ ഈ യാത്ര ദൈവത്തിന് ഇഷ്ടമല്ല, എൻ്റെ ഈ നടപ്പ് ദൈവത്തിന് ഇഷ്ടമല്ല, എൻ്റെ ഈ ചിന്തകൾ ദൈവത്തിന് ഇഷ്ടമല്ല, എൻ്റെ ഈ പോക്ക് ദൈവത്തിന് ഇഷ്ടമല്ല. വ്യക്തമായിട്ട് അവൻ അറിയാം. എന്നാൽ അവൻ്റെ ഹൃദയം കൊണ്ട് അവനത് ആ വഴിയെ നടക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സുകൊണ്ട് അറിഞ്ഞാലും അവൻ്റെ ഹൃദയം ലോകത്തിൻ്റെ ചില കാര്യങ്ങളിൽ, ചില ലോകമോഹങ്ങളിൽ പൂണ്ട് കിടക്കുന്നതിനാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ അവൻ്റെ കഴിവ് അവന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മനുഷ്യൻ്റെ ദുരവസ്ഥ. മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ വഴി അറിയാം, എന്നാൽ ഹൃദയം കൊണ്ട് ആ വഴിയെ പോകാൻ പറ്റുന്നില്ല. കാരണം ഹൃദയം വേറെ ചില കാര്യങ്ങളിൽ പൂണ്ട് കിടക്കുകയാണ്. പുക വലിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ഇംഗിതം മനുഷ്യനറിയാം, എന്നാലും അവന് പുക വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല. മദ്യപിക്കരുതെന്ന് മദ്യപിക്കുന്നത് പാപമാണെന്ന് അറിയാത്തതുകൊണ്ട് മദ്യപിക്കുന്ന ആരാണ് ഇവിടെ ഉള്ളത്? നന്നായിട്ട് അറിയാം, ഇത് ശരീരത്തിന് ഹാനികരമാണ്, ഇത് ആത്മാവിന് ഹാനികരമാണ്, ഇത് വിശുദ്ധിക്ക് തടസ്സമാണ്. എങ്കിലും ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. ഹൃദയം ആ മോഹത്തിൽ പൂണ്ട് കിടക്കുകയാണ്. ജഡിക പാപത്തിൽ വ്യാപരിക്കുന്നവർ അത് പാപമാണെന്ന് അറിയാത്തത് കൊണ്ടാണോ ആ പാപത്തിൽ വീണ്ടും വീണ്ടും മുഴുകുന്നത്? വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാം, ഇതെൻ്റെ വിശുദ്ധിക്ക് തടസ്സമാണ്, ഇതെൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാണ്, ഇതെൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാണ്, ഇത് ദൈവത്തിൻ്റെ വഴി വിട്ടുള്ള യാത്രയാണ്, ഈ നടപ്പ് ദുർനടപ്പാണെന്ന് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഹൃദയം ജഡത്തിൻ്റെ സുഖത്തിൽ മോഹം പൂണ്ടുപോയി. മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ വഴി അറിഞ്ഞാലും ഇന്ന് ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പറ്റുന്നില്ല. ഇതാ പ്രവാചകൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അവൻ മോവാബ് രാജ്യത്തെത്തി. രാജാവ് അവനെ 2 കൈ കൊണ്ട് സ്വീകരിച്ചു. ഒരു മലമുകളിൽ കൊണ്ടുവന്ന് ജനത്തെ ശപിക്കാൻ പറഞ്ഞു. പ്രവാചകൻ ശപിക്കാൻ വേണ്ടി വാ തുറന്നെങ്കിലും ശപിക്കാൻ സാധിച്ചില്ല. ദൈവം അപ്പോഴും അവനെ രക്ഷിക്കാൻ ആഗ്രഹിച്ച് അവൻ്റെ ആദരങ്ങളിൽ അനുഗ്രഹം തന്നെ വെച്ചു കൊടുത്തു. വീണ്ടും രാജാവ് ഇടപെട്ടു. രാജാവ് പറഞ്ഞു, ശപിക്കാൻ കൊണ്ടുവന്ന് നീ അനുഗ്രഹിക്കുകയോ? രാജാവ് പറഞ്ഞു, വരിക, നമുക്ക് മറ്റൊരു മലയിലേക്ക് പോകാം. വേറൊരു മലയിൽ അവനെ കൊണ്ടുവന്ന് ജനത്തെ വീണ്ടും കാണിച്ചു. അവൻ ജനത്തെ നോക്കി വീണ്ടും ശപിക്കാൻ വേണ്ടി കരമുയർത്തി. ഇവനിപ്പോൾ വാ തുറക്കുന്നതും കരമുയർത്തുന്നതും ദൈവത്തെ അനുസരിക്കാനാണോ, ഈ രാജാവിനെ അനുസരിക്കാനാണോ? ഈ ലോകത്തിന് നക്കാപ്പിച്ച സന്തോഷങ്ങൾക്ക് വേണ്ടി അവനിതാ ദൈവത്തിന് വഴിവിട്ട് ലോകത്തിലെ ചിലരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ വാ തുറക്കുന്നു, അവൻ കൈ ഉയർത്തുന്നു. വലിയ തകർച്ച. അപ്പോഴും ദൈവം അവനെ സഹായിച്ചു. ശാപം വരാതെ അനുഗ്രഹം മാത്രം അതിരങ്ങളിൽ വെച്ച് കൊടുത്തു. വീണ്ടും രാജാവിനെ മറ്റൊരു മലയിലേക്ക് കൊണ്ടുപോയി.
അപ്പോഴും അവൻ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. രാജാവിന് ദേഷ്യം വന്നു. അവൻ 2 കൈകളും കൂട്ടിയടിച്ച് അവൻ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, നിനക്ക് വലിയ പാരിതോഷികം തരാമെന്നും വലിയ സമ്മാനങ്ങൾ തരാമെന്നും പറഞ്ഞ് ഞാൻ നിന്നെ കൊണ്ടുവന്നത്, എന്നാൽ നിനക്ക് ഒന്നും തരുന്നില്ല, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അവനെ ആ മലയിലൂടെ ആട്ടി ഓടിച്ച്. ആ പ്രവാചകൻ ആ മലയിലൂടെ ഓടുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിട്ടുണ്ടാവും, എനിക്ക് സമ്മാനങ്ങളൊന്നും കിട്ടിയില്ലല്ലോ, എൻ്റെ യാത്ര സഫലമായില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവനെ ഓടിച്ചവരോട് പറഞ്ഞിട്ടുണ്ടാകണം, ഈ ജനത്തെ ശപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ദൈവം അനുവദിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ശപിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ആരും ശപിച്ചില്ലെങ്കിലും ഈ ജനം ശപിക്കപ്പെട്ടവരാകാൻ വേണ്ടി 2 വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുമ്പോൾ ദേവന്മാരെ ആരാധിക്കാൻ വേണ്ടി ഇസ്രായേൽക്കാരെ ക്ഷണിക്കണം. 2, മൊവാബി സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ ഇസ്രായേൽ പുരുഷന്മാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം. 1-ാം പ്രമാണ ലംഘനത്തിനും 6-ാം പ്രമാണ ലംഘനത്തിനും വേണ്ടിയുള്ള ഉപദേശം, ദുരുപദേശം, ഇടർച്ച വെക്കുന്ന ഉപദേശം ഇതാ പ്രവാചകനായ ബാലാം മൊവാബ് രാജ്യത്ത് രാജാവിന് നിർദ്ദേശം കൊടുത്തു. രാജാവ് അതുപോലെ ചെയ്തു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ 2 നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന മൊവാബ് രാജാവിനെയാണ്. കുപ്രസിദ്ധമായ പയോർ സംഭവം ഉണ്ടായി. പയോർ താഴ്വരയിൽ വെച്ച് ദൈവജനം കൂട്ടം കൂട്ടമായി പാപം ചെയ്തു. അന്യദൈവ ആരാധനകളും വ്യഭിചാരവും വളരെ വളരെ വ്യാപകമായി അരങ്ങേറിയ കുപ്രസിദ്ധമായ താഴ്വരയാണ് പയോർ താഴ്വര. അവിടെ ജനത്തിന് മേൽ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. ജനം കൂട്ടം കൂട്ടമായി മരണമടഞ്ഞ താഴ്വരയാണത്. 1000കണക്കിന് ജനങ്ങൾ അവിടെ മൃതിയടഞ്ഞു. ഈ ജനത്തിൻ്റെ തകർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ബാലാം പ്രവാചകൻ്റെ ദുരുപദേശമാണ്. സംഖ്യയുടെ പുസ്തകം 35-36 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഊരിയ വാളുമായി ബാലാം പ്രവാചകനെ വെട്ടിനുറുക്കുന്ന ദൈവജനത്തെയാണ് നമ്മൾ കാണുന്നത്. അകാലത്തിൽ ജീവിത മധ്യത്തിൽ സ്വന്തം ദൈവജനത്താൽ തന്നെ വെട്ടിമുറിക്കപ്പെട്ട് തുണ്ടം തുണ്ടമായി മുറിച്ചെറിയപ്പെടുന്ന പ്രവാചകനായ ബാലാമനെയാണ് 36-35 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. അവൻ്റെ തകർച്ചയുടെ പിന്നിൽ, അവൻ പരിത്യക്തനായതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ദാസനായിരുന്നു, ദൈവത്തിൻ്റെ വഴിയെ നടന്നൊരു ദൈവ പൈതലായിരുന്നു. അവനെ വെട്ടി തുണ്ടം തുണ്ടമായി മുറിച്ച് ദൂരെ എറിഞ്ഞു. അവൻ്റെ തകർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അവൻ്റെ ആധ്യാത്മിക ജീവിതത്തെ നശിപ്പിച്ചിരുന്ന എതിർ ശക്തിയെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ നടന്ന യാത്രയാണ്. ഉത്തമഗീതത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ നീ പിടികൂടുക. മകനെ, മകളെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലത നശിപ്പിക്കുന്ന, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശക്തി നശിപ്പിക്കുന്ന, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആവേശം നശിപ്പിക്കുന്ന ചില കുറുക്കന്മാർ, ചില ചെറു കുറുക്കന്മാർ ജീവിതത്തിൻ്റെ അന്തരംഗങ്ങളിൽ, മനസ്സിൻ്റെ അടിത്തളങ്ങളിൽ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട്. അതെന്താ തിരിച്ചറിയാത്തത്? ഒരുപക്ഷെ ജഡികാസക്തിയാകാം, ഒരുപക്ഷെ ദ്രവ്യാഗ്രഹമാകാം, ഒരുപക്ഷെ അലസതയാകാം, ഒരുപക്ഷെ കോപമാകാം, ഒരുപക്ഷെ പലതരത്തിലുള്ള ലോകമോഹങ്ങളാകാം, സ്ഥാനമോഹങ്ങളാകാം, ദുരാസക്തികളാകാം, എന്തുമാകട്ടെ, ഒരു ചെറിയ അടിസ്ഥാന പാപം, അതിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തിന്മകളും പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമ്യായുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 9-ാം വാക്യപ്രകാരം പഠിപ്പിക്കുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് സാധിക്കുക? പുറമേ നല്ലവനെന്ന് കാണപ്പെട്ടാലും അകമേ വളരെ കാപട്യം നിറഞ്ഞതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, അത് ശോചനീയം വിധം ദുഷിച്ചതുമാണ്. അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് സാധിക്കുക? ദൈവമായ കർത്താവ്, ഞാൻ നിങ്ങളുടെ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിച്ചറിയുകയും ചെയ്യുന്നു. യെശയ്യായുടെ പുസ്തകം 44:20, അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത് കൈയിൽ കാപട്യമല്ലേ കുടികൊള്ളുന്നെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവവചനം ദൈവമക്കൾക്കൊരു ഉപദേശം നൽകുകയാണ്. സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യം, നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണല്ലോ ഒഴുകുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ ദൈവം ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളിലേക്ക് അത്ഭുതകരമായി ഇടപെടട്ടെ. സർവശക്തനായ പിതാവേ, ജീവിക്കുന്ന ദൈവമേ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാധിച്ചിരുന്ന സർവശക്തനായ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും അവിടുന്ന് ഇടപെടണമേ. ഹൃദയത്തിൻ്റെ അടിത്തറകളിൽ, മനസ്സിൻ്റെ ഉള്ളറകളിൽ
തളം കെട്ടിക്കിടക്കുന്ന പാപത്തിൻ്റെ ദുരാസക്തികളെക്കുറിച്ച് ദൈവജനത്തിന് തിരിച്ചറിവ് കൊടുത്ത് പാപത്തിൻ്റെ തായ് വേരുകളെ നശിപ്പിച്ച് കളയണമേ. പാപത്തിൻ്റെ അടിവേരുകൾ അവിടെ നിന്ന് നശിപ്പിച്ച് കളയണമേ. പാപം ഹൃദയത്തിൽ നിന്ന് വേരറ്റ് പോകാൻ തക്ക വിധം ഈ നിമിഷങ്ങളിൽ അരൂപിയെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ജീവിക്കുന്ന കർത്താവേ, സ്പർശിക്കണമേ. ഓ ദൈവമേ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ തൊട്ട് സൗഖ്യങ്ങൾ നൽകണമേ, ശുദ്ധീകരിക്കണമേ, ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. മോചനമില്ലാത്ത പാപ സ്വഭാവത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് കണ്ണുനീരൊഴുക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ദിവ്യകാരുണ്യരൂപനായ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കിപ്പോൾ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്ന് വരെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നും അവിടുന്ന് ഇറങ്ങി വന്ന് സൗഖ്യം നൽകണമേ. മോചനമില്ലാത്ത തഴക്കദോഷങ്ങളുടെ ഭാരവുമായി തിരുമുമ്പിൽ ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായി ഇടപെടണമേ. ദൈവത്തിൻ്റെ സൗഖ്യം ഇതാ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തൻ്റെ പ്രിയ മക്കളിലേക്ക് നൽകുകയാണ്. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇരിക്കുന്നവർ ഇപ്പോൾ കർത്താവിനോട് നിലവിളിക്കട്ടെ. താങ്കളുടെ ഹൃദയത്തിൻ്റെ വ്യതകൾ കർത്താവിന് പക്കലേക്ക് സമർപ്പിച്ച്, യേശുവേ എന്നെ സ്പർശിക്കണമേ, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ, കരഞ്ഞ് നിലവിളിക്കുക. ഇപ്പോൾ കർത്താവിനെ നിലവിളിക്കുന്നവർക്കായി കർത്താവ് തൻ്റെ സൗഖ്യത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. എല്ലാ ദുശീലങ്ങളും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ, ഇപ്പോൾ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. പാപത്തിൻ്റെ ആധിപത്യങ്ങളെ തകർക്കണമേ. ദൈവിക മാർഗത്തിൽ നടക്കാൻ പരാജയപ്പെട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നവരെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചറിവിൻ്റെ അഭിഷേകം നൽകണമേ, തിരിച്ചറിവിൻ്റെ അഭിഷേകം നൽകണമേ. ഹൃദയങ്ങളെ ഉണർത്തണമേ, മനസ്സിനെ ഉണർത്തണമേ, ആത്മാവിനെ തട്ടി ഉണർത്തണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവമക്കളിലേക്ക് അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ.